ചേച്ചിയുടെ പേരെന്താ? ഇന്ദിര. എവിടെയാണ് സ്ഥലം? എവിടെയാ? പാലമുക്ക്. പത്തനാപുരം മണ്ഡലത്തിൽ തന്നെ. ആ. ആര് ജയിക്കും പത്തനാപുരം ഇക്കുറി? ഗണേഷ് കുമാർ സാർ ജയിക്കുന്ന. എന്തുകൊണ്ടാ ഗണേഷ് കുമാർ ജയിക്കുന്ന പറയുന്നത്? എന്നുവെച്ചാൽ സാർ ഒരുപാട് വികസനങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങനെ അതുകൊണ്ട് ജയിക്കുന്ന വിശ്വാസം. UDF സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ജ്യോതികുമാർ ചാമക്കാല. UDF സ്ഥാനാർത്ഥിയൊന്നും നമ്മൾ അത്ര പരിചയമൊന്നുമില്ല. എന്തെങ്കിലും സഹായത്തിന് ഗണേഷ് കുമാറിന്റെ അടുത്ത് പോയാൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ജനപ്രിയമാകുന്നത് അല്ലേ? പിന്നെ എല്ലാ വികസനത്തിനും വെട്ടിക്കലായാലും എവിടെ ആയാലും വരുന്ന ഒരു വ്യക്തിയാണ്. 6ാം തവണയാണ് ഇപ്പൊ നിൽക്കുന്നത്. 5 തവണ ജയിച്ചത്, 6ാം തവണയാണ് നിൽക്കുന്നത്. അപ്പൊ ഇക്കുറിയും ജയം വിശ്വസിക്കുന്നു. ചേട്ടന്റെ പേരെന്താ? പേര് ഷിഹാബുദ്ദീൻ. ഇക്കുറി പത്തനാപുരത്ത് ആര് ജയിക്കും? പത്തനാപുരത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 2 ഇര കുട്ടുന്നതിന്റെ ഓരോട് ഇഞ്ചോടിഞ്ചിരിക്കുകയാണ്. കോഴി മുകളിൽ ഗണേഷ് കുമാർ എന്നാണ് പറയുന്നത്. കാരണം 25 കൊല്ലം കൊണ്ട് പുള്ളിക്കാരൻ ഭരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് 70 കൂടുതലും ഗണേഷ് കുമാർ തന്നെയാണ് ജയിക്കുന്നതാണ് എല്ലാവരുടെ അഭിപ്രായം. ഇക്കുറി മാറ്റം വേണമെന്ന് മണ്ഡലം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു പാർട്ടി ആയാലും ശരി തന്നെ നല്ല ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. അപ്പോൾ വോട്ടിന് വേണ്ടി മാത്രം നമ്മുടെ ആ സമയത്ത് ആൾക്കാർ വരും. വോട്ടിന് വേണ്ടി നമ്മളെ മുന്നിൽ വന്നിട്ട് വോട്ട് വേണം അങ്ങനെ പറയുന്നൊരു കാര്യമില്ല. കാരണം വികസനമാണ് പ്രധാനമായിട്ടും. ഗണേഷ് കുമാർ വികസനം നടപ്പിലാക്കിയിട്ടുണ്ടോ? നടപ്പിലാക്കിയിട്ടുണ്ട്. ഉണ്ട്. അവസാനം അന്തിമ വിജയം ആർക്കായിരിക്കും? അതൊന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഗണേഷ് കുമാറിനാണ് പൊതുവെയുള്ള മുൻതൂക്കം. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആൾക്കാരുടെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യും. അവരുടെ വ്യക്തിയാണ് നോക്കുന്നത്. അവരുടെ രാഷ്ട്രീയമല്ല, വ്യക്തിയാണ്. പേരെന്താ? എന്റെ പേര് സുൽഫത്ത്. പത്തനാപുരത്ത് ഇക്കുറി ആര് ജയിക്കും? ഗണേഷ് കുമാർ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. എന്താണെന്നറിയില്ല. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ ജയിക്കുന്നത് പറയുന്നത്? ഗണേഷ് കുമാർ നമ്മുടെ നാടിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നല്ല പ്രവൃത്തികളാണ് ഇതുവരെയായിട്ട് ചെയ്തിരിക്കുന്നത്. നാളത്തെ കാര്യം നമുക്കറിയില്ല. പക്ഷെ നല്ല ഒരു എന്താ പറയുക, ഒരു ആക്ടറുമാണ്. നല്ലൊരു നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കതേ പറയാനുണ്ട്. മണ്ഡലത്തിൽ വികസനം എത്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല വികസനം തന്നെയാണ് നമ്മൾ പത്തനാപുരം താലൂക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളതെല്ലാം. എല്ലാ രീതിയിലും ഇവിടെ നല്ല പാവത്തങ്ങൾക്കായാലും വെള്ളത്തിന്റെ കാര്യത്തിനായാലും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗണേഷ് കുമാർ ജനപ്രിയനാണെന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. 6ാം തവണയാണ് ഇക്കുറി മത്സരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി നല്ലതായത് കൊണ്ടല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്നത്. അറിയാം, അത് ജനങ്ങളുടെ കയ്യിരിക്കും. നമ്മളെന്താ പറയാ എന്ന് പറഞ്ഞാല് നല്ലത് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല, നല്ലത് ചെയ്യുന്നെങ്കിൽ നല്ലതിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇക്കുറി ഗണേശനെ ജയിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ? ഗണേഷ് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനമുണ്ട്. ഇതുവരെയൊക്കെ ആയിട്ടും ഗണേഷ് നിന്നിട്ട് നമുക്ക് പ്രയോജനങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പിന്നെ ഇനിയും ഗണേഷ് നിന്ന് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സന്തോഷ് കുമാർ. പത്തനാപുരം വോട്ടറാണ്. പത്തനാപുരം ഇക്കുറി ആരാ ജയിക്കുക പത്തനാപുരം? പത്തനാപുരം നമ്മള് ഇപ്പം പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള അവസരം. എന്നാലും ആര് ജയിക്കണം? അല്ല, ആര് ജയിക്കണമെന്ന് നമ്മള് പലരും മണ്ഡലത്തിൽ ചെയ്യുന്നവര് ജയിക്കണം, അതേയുള്ള അഭിപ്രായമുള്ളൂ. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാം. അല്ല, ഗണേഷ് കുമാർ മണ്ഡലത്തിന് മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തനം എല്ലാം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനൊക്കെ നമ്മള് എല്ലാം സന്തോഷമുണ്ട്. അങ്ങനെയുള്ളൂ, പ്രത്യേകിച്ച് എനിക്ക് ഗണേഷ് കുമാർ ഇപ്പൊ 6ാമത്തെ തവണയാണ്. ആയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊരു ഒന്നുമില്ല. മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നവര് ജയിക്കണം. നമുക്ക് വികസനമാണ് ആവശ്യം, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. UDF ചാമക്കാലുണ്ട്. ചാമക്കാലുണ്ട്. ചാമക്കാല കഴിഞ്ഞ പ്രാവശ്യം നിന്നതാണ്. നമ്മുടെ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, സ്വന്തം ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അല്ല പ്രത്യേകിച്ച് നമുക്കൊരു ഇതില്ല. എന്റെ പേര് നസീർ. പത്തനാപുരത്തെ വോട്ടറാണ്. ആരാണ് ഇക്കുറി ജയിക്കുക? പരമ്പരാഗതമായി കോൺഗ്രസ് ആണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, കോൺഗ്രസ് ആണ്. അപ്പൊ ജ്യോതികുമാർ ജയിക്കണം എന്നാണ്. ജ്യോതികുമാർ കഴിഞ്ഞ തവണ നല്ല മത്സരം കാഴ്ചവെച്ചു. അതിനുശേഷം തോറ്റിട്ട് 5 വർഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കുറി സാധ്യത ജ്യോതികുമാർ.
ഗണേഷ് കുമാറെ വികസനം ഒന്നും എത്തിച്ചില്ലേ മണ്ഡലത്തിൽ? വികസനം ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഇതുണ്ട്. നമ്മുടെ ഈ കടയായിട്ട് പ്രസ്താവനയായിട്ട് കൂടുതൽ പറയാകത്തില്ല. നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാരും വേണം. ആ. അതുകൊണ്ട് UDF വരണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം അത് നമ്മൾ പറഞ്ഞില്ലേ, പരമ്പരാഗത നമ്മൾ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പം കോൺഗ്രസ് വരണമെന്നല്ലാതെ അപ്പൊ ജനവിധിയിൽ ഇക്കുറി മാറ്റം ഉണ്ടാവും എന്നാണ് വിചാരം. തീർച്ചയായിട്ടും. എന്താ ചേട്ടന് പേരെന്താ? സുരേഷ്. പത്തനാപുരത്തെ വോട്ടറാണ്. ഇക്കുറി ആര് ജയിക്കും പത്തനാപുരത്ത്? ഒന്നും പറയാക്കത്തില്ല, ടൈറ്റ് മത്സരമാണ്. ഒന്നും പറയാക്കത്തില്ല. ഗണേഷ് കുമാറിന് മുൻതൂക്കം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും രണ്ടും സോമകനെ ഒരേപോലെ നിൽക്കുക. ടൈറ്റ് മത്സരം. കഴിഞ്ഞ തവണത്തെ ചിത്രമല്ലേ ഇത്തവണ ഉള്ളത്? മാറ്റമുണ്ട്. മാറ്റമുണ്ട് പിന്നെ പുള്ളി ഒത്തിരി വികസന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മണ്ഡലത്തില്. അതുകൊണ്ട് ഗണേഷ് കുമാറിനും മുൻതൂക്കമാണ്. അപ്പൊ ചാമക്കാലയുടെ ഒന്നും പറയാക്കത്തില്ല. എന്നാലും അത് നോക്കുവാണെങ്കിൽ പിന്നെ ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള അതുകൊണ്ട് അത് എന്ന് വിചാരിച്ചാൽ അത് വോട്ടായിട്ട് പ്രശ്നം വരാൻ വഴിയില്ല. ചെയ്ത കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ പുള്ളി ജയിക്കും. ഒരുപാട് വികസന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറ്റേ UDF ഇത്തവണ ടൈറ്റ് മത്സരം എന്ന് പറയാൻ കാരണം? കഴിഞ്ഞ 5 വർഷം കൊണ്ട് പുള്ളി മണ്ഡലത്തിൽ തന്നെ തങ്ങിയ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചു വരുവാണ്. കഴിഞ്ഞ പ്രാവശ്യം 14,000 വോട്ടിനല്ലേ തോറ്റെങ്കിലും ഇപ്രാവശ്യം ഈ 5 വർഷം കൊണ്ട് ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ മണ്ഡലത്തിന്റെ ചിത്രം മാറാൻ സാധ്യതയുണ്ടോ? സാധാരണ വെച്ചാൽ ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. എന്നാലും ഗണേഷ് കുമാർ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കും എന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തല്ലേ. ചേട്ടന്റെ പേരെന്താ? പ്രസാദ്. പത്തനാപുരത്തെ വോട്ടറാണ്. പത്തനാപുരത്തെ വോട്ടറാണ്. ഇക്കുറി ആര് ജയിക്കും പത്തനാപുരത്തെ? കുറിയാറ്റും ടൈറ്റാണ് മത്സരം. മറ്റേ ജ്യോതികുമാർ ചാമക്കല് 5 കൊല്ലമായിട്ട് പ്രവർത്തനമായിട്ടിരിക്കുവാണ്. മറ്റേ ആള് 25 കൊല്ലമായി. ഈ പറഞ്ഞ കണക്ക് വികസനങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകും. നോക്കാം. ജനവിധി അട്ടിമറിയാൻ സാധ്യത ഉണ്ടോ? അട്ടിമറിയാനായിട്ടുള്ള സാധ്യതയൊന്നും ഇതില്ല. പിന്നെ ഇത്രയും വർഷത്തിന്റെ ഒരു ശക്തമായ മത്സരം ഒരുക്കാൻ ചാമക്കാലക്ക് കഴിയും. പക്ഷെ വിജയപ്രതീക്ഷ ഇല്ല. വിജയപ്രതീക്ഷ അത് ജനങ്ങളുടെ കയ്യിലില്ല. നമ്മളൊക്കെ നിഷ്പക്ഷമായിട്ടുള്ളവരാ. നമ്മുടെയും വോട്ടിന്റെ ഇതുവരെ ആയിട്ടില്ല. SIR കൊടുത്തിട്ടേ ഉള്ളൂ. വരുന്നത് എന്നാന്ന് അറിയത്തില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ ചെയ്യുവാണെങ്കിലും കന്നി വോട്ടാണ്. നോക്കണം, ലിസ്റ്റ് ഉണ്ടോന്ന് നോക്കണം. കൊടുത്തിട്ടുണ്ട്. SIR കൊടുത്തിട്ടുണ്ട്. പേരെന്താ? ഷഹീർ. പത്തനാപുരത്തെ വോട്ടറാണ്. അതെ. ഇക്കുറി ആര് ജയിക്കും പത്തനാപുരത്ത്? ഗണേഷ് കുമാർ ജയിക്കുന്നതാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. കാരണം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ടൈറ്റ് മത്സരമായിരിക്കും കേട്ടോ. എന്താ കഴിഞ്ഞ തവണത്തെ ഇല്ലാത്ത ഒരു മത്സര ചിത്രം ഇത്തവണ മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ ഗണേഷ് കുമാറിനെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം ചിന്തിക്കാത്ത ആരും ഇല്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും ചിലപ്പം തിരിഞ്ഞു വരാം. മാറാനും സാധ്യതയുണ്ട്. കൂടുതൽ ചാൻസ് ഗണേശന് തന്നെയാണ്. കാരണം നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ വ്യക്തിപരമായിട്ട് നോക്കണ്ട, പ്രവർത്തനം നല്ല ഭംഗിയായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗണേശന്റെ മുൻതൂക്കം. അതെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സജീവ്. ഇവിടെ പത്തനാപുരം വോട്ടർ. ഇക്കുറി ആർക്കാണ് സാധ്യത പത്തനാപുരത്ത്? രണ്ടുപേരും ഒരു കിട്ട നിൽക്കുക. നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ടൈറ്റാണ്, ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക. ആർക്കാണ് മുൻതൂക്കം? ആർക്കാണ്? രണ്ടുപേരും. അത് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ ഇവിടുത്തെ റിപ്പോർട്ട് വന്നേക്കണം. 5 വർഷമായി ഗണേഷ് കുമാർ ജയിക്കുന്ന മണ്ഡലമാണ്. 6ാം തവണയാണ്. പുള്ളിക്കും ചാൻസ് ഉണ്ട്. രണ്ടുപേർക്കും ഒരേപോലുള്ള ചാൻസ് ആണ്. ജ്യോതികുമാറിന് എന്താണ് സാധ്യത? ജ്യോതികുമാറിനും പോസിറ്റീവ് വരുന്നുണ്ട് റിപ്പോർട്ട്. രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും. കുറച്ചുകൂടെ ജ്യോതികുമാറാണ്. ഒരു അട്ടിമറി മണക്കുന്നുണ്ട്. അന്തിമ വിജയം ആർക്കായിരിക്കും? അത് പറയാൻ നോക്കത്തില്ല. ഗണേഷ് കുമാർ വികസനം കൊണ്ടുവന്നില്ലേ മണ്ഡലത്തിൽ? വികസനം നോക്കാൻ നല്ല തന്നെ വന്നത്. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ വന്നതാണ് പുള്ളിക്ക് ഇച്ചിരി തിരിച്ചടിയായി. എങ്കിലും പുള്ളിയാണ് ചാൻസ് കൂടുതൽ.